കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷയെ ഛത്തീസ്ഗഡ് സർക്കാർ എതിർത്തു എന്നുള്ളതാണ്. പ്രോസിക്യൂഷൻ കോടതിയിൽ ശക്തമായ നിലപാടെടുത്തിരുന്നു. വിധി പകർപ്പ് ഇപ്പോൾ റിപ്പോർട്ടറിന് ലഭിച്ചിരിക്കുന്നു. കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കാനാകില്ല സെഷൻസ് കോടതിക്ക് എന്ന പ്രോസിക്യൂഷന്റെ വാദം കോടതി അംഗീകരിക്കുന്നതിന് വിധി പകർപ്പാണ് ഇപ്പോൾ റിപ്പോർട്ടറിന് ലഭിച്ചിരിക്കുന്നത്. നിർണായകമായ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. NIA നിയമം അനുസരിച്ച് മനുഷ്യക്കടത്ത് കേസുകൾ പ്രത്യേക കോടതിയാണ് പരിഗണിക്കേണ്ടത് എന്നിരിക്കെ ഇത് സെഷൻസ് കോടതിക്ക് പരിഗണിക്കാനാകില്ല എന്നാണ് വിധി പകർപ്പിൽ പറയുന്നത്. PR സുനിൽ ചേരുന്നു വിശദാംശങ്ങളുമായി. സുനിൽ, ഗുരുതരമായ ഒരു കാര്യം, ഛത്തീസ്ഗഡ് സർക്കാർ തന്നെ ഈ ജാമ്യാപേക്ഷയെ എതിർത്തിരിക്കുന്നു എന്നതാണ്. അപ്പോൾ BJPയുടെ രാഷ്ട്രീയ ഇടപെടൽ ഒരു തരത്തിലും ഫലം കണ്ടില്ല. സർക്കാർ തന്നെ എതിർത്തു. മനുഷ്യക്കടത്ത് ഉണ്ടായി എന്നത് സാധൂകരിക്കുന്ന രീതിയിലുള്ള നിലപാട് തന്നെയാണ് സർക്കാർ കോടതിയിൽ സ്വീകരിച്ചത്, അല്ലേ? വിനീത, തീർച്ചയായും ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിന് ഇന്ന് പ്രോസിക്യൂഷൻ, അതായത് ഛത്തീസ്ഗഡ് സർക്കാരിന് വേണ്ടി, ഛത്തീസ്ഗഡ് പോലീസിന് വേണ്ടി കോടതിയിൽ ഹാജരായ അഭിഭാഷകൻ ജാമ്യാപേക്ഷയെ ശക്തമായി എതിർക്കുകയാണ് ചെയ്തത്. സെഷൻസ് കോടതിയിലാണ് ഇന്ന് ജാമ്യാപേക്ഷ വന്നത്. പ്രധാനമായും പ്രോസിക്യൂഷൻ അഭിഭാഷകൻ ഇന്ന് കോടതിയിൽ ചൂണ്ടിക്കാണിച്ചത് 2008 NIA ആക്ട് പ്രകാരം ഇത്തരം കേസുകൾ, അതായത് മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ പരിഗണിക്കാൻ പ്രത്യേക കോടതികൾ വേണം എന്ന് പറയുന്നുണ്ട്. അതനുസരിച്ച് ഈ കേസ് ഭാരതീയ നിയമ സംഹിതയിലെ 143 സെക്ഷൻ പ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഇത്തരം കേസുകൾ പരിഗണിക്കാൻ സെഷൻസ് കോടതിക്ക് അധികാരമില്ല എന്നാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത്. ഏതായാലും ഇത് അംഗീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ കോടതി ഈ കേസ് പരിഗണിക്കാനാകില്ല എന്ന നിലപാടിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ NIA ആക്ട് പ്രകാരം പ്രത്യേക കോടതി പരിഗണിക്കേണ്ട കേസ് പരിഗണിക്കാൻ ജൂറിസ്ഡിക്ഷൻ തങ്ങളുടെ അധികാരപരിധിയിൽ വരുന്നില്ല എന്ന് ചൂണ്ടിക്കാണിച്ച് ഏതായാലും ഇപ്പോൾ സെഷൻസ് കോടതി ഈ ജാമ്യാപേക്ഷ മടക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി അടുത്ത നടപടി എന്നോണം ഒരുപക്ഷെ പ്രത്യേക കോടതികളിലോ അതല്ല എങ്കിൽ ഹൈക്കോടതിയിലേക്കോ ആയിരിക്കും ഈ ജാമ്യാപേക്ഷയുമായി പോകേണ്ടി വരിക. ഏതായാലും 2 കോടതികളാണ് ഇപ്പോൾ അധികാരമില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇപ്പോൾ ഈ ജാമ്യ ഹർജി മടക്കുന്നത്. ഏതായാലും ഛത്തീസ്ഗഡ് സർക്കാരിന്റെ ശക്തമായ എതിർപ്പിനെ തുടർന്ന് തന്നെയാണ് ഇപ്പോൾ ജാമ്യ ഹർജികൾ പരിഗണിക്കാനാകില്ല എന്ന നിലപാടിലേക്ക് കോടതി എത്തിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വകുപ്പ് എന്നത് ഈ കേസിൽ മനുഷ്യക്കടത്ത് എന്നതാണ്. അപ്പോൾ മനുഷ്യക്കടത്ത് ആയതുകൊണ്ട് തന്നെ സാധാരണ കോടതികൾക്ക് ഇത്തരം കേസുകൾ പരിഗണിക്കാനാകില്ല എന്ന് 2008 NIA നിയമം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഛത്തീസ്ഗഡ് സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ ശക്തമായ വാദങ്ങൾ നിരത്തിയത്. ഏതായാലും BJP നേതാക്കളൊക്കെ തന്നെ ഛത്തീസ്ഗഡിൽ എത്തുകയും മുഖ്യമന്ത്രിയുമായും അവിടുത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുമായും ഒക്കെ തന്നെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടുന്നതിന് വേണ്ടി ഇടപെടൽ നടത്തും എന്നൊക്കെ ആവശ്യമായ ഇടപെടൽ നടത്തും എന്നൊക്കെ തന്നെ ഛത്തീസ്ഗഡ് സർക്കാർ ഉറപ്പ് നൽകിയെന്നാണ് പിന്നീട് അവർ വാർത്താ സമ്മേളനത്തിലൊക്കെ അറിയിച്ചത്. പക്ഷേ കാര്യങ്ങൾ അങ്ങനെയല്ല. പ്രോസിക്യൂഷൻ വളരെ ശക്തമായി തന്നെ ഈ ജാമ്യാപേക്ഷയെ എതിർക്കുകയാണ്. അതാണ് നമുക്കിപ്പോൾ ഈ ഉത്തരവ് വായിക്കുമ്പോൾ മനസ്സിലാവുന്നത്. അതാണ് സുനിൽ, PR സുനിൽ. രാജീവ് ചന്ദ്രശേഖർ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ പറയുകയാണ്, മനുഷ്യക്കടത്തുണ്ടായിട്ടില്ല, മതപരിവർത്തനം ഉണ്ടായിട്ടില്ല, അത് ഞങ്ങൾക്ക് സംസാരിച്ചപ്പോൾ വ്യക്തമായി എന്നത്. അക്കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായും ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസുമായും സംസാരിച്ചപ്പോൾ ഈ പുറത്തു പറയുന്നത് പോലെയല്ല കാര്യങ്ങളെന്ന് BJP പ്രതിനിധി അനൂപ് ആന്റണിയും മാധ്യമങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. പക്ഷേ കോടതിയിലെത്തുമ്പോൾ സർക്കാരിന്റെ നിലപാട് എന്താണെന്ന് വ്യക്തമാകുന്നു. കന്യാസ്ത്രീകളെ അവർക്ക് ജാമ്യം നൽകരുത് എന്ന നിലപാടെടുക്കുന്ന ഈ മനുഷ്യക്കടത്ത് എന്ന വകുപ്പ് ചേർത്തതോടുകൂടി വലിയ നിയമപ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. വകുപ്പ് ചേർത്തത് മാത്രമല്ല, സർക്കാർ കൂടി ഈ കന്യാസ്ത്രീകൾക്കെതിരെ നിലപാടെടുത്തു. മനുഷ്യക്കടത്ത് നടന്നു എന്ന രീതിയിലുള്ള നിലപാടെടുത്തതോടുകൂടിയാണ് ആ കേസ് പരിഗണിക്കേണ്ട എന്ന തീരുമാനത്തിലേക്ക് സെഷൻസ് കോടതി എത്തിയതും ഈ 5ാം ദിവസവും കന്യാസ്ത്രീകൾ തുറുങ്കിൽ കടക്കേണ്ടി വരികയും ചെയ്യുന്നത്. വിനീത, തീർച്ചയായും ഭാരതീയ നിയമ സംഹിതയിലെ 143 വകുപ്പ് എന്നത് വളരെ ഗൗരവമായൊരു വകുപ്പാണ്. അപ്പോൾ ഈ വകുപ്പ് ഈ കേസിൽ ഉൾപ്പെടുത്തിയതോടുകൂടി ഈ കേസിന്റെ ഈ കേസ് അതീവ ഗുരുതരമായൊരു കേസായി മാറുകയാണ്. അപ്പോൾ നോക്കൂ, ഇനി പ്രത്യേക കോടതികൾക്ക് മാത്രമേ ഈ NIA നിയമപ്രകാരം ഈ കേസ് പരിഗണിക്കാൻ അധികാരമുള്ളൂ എന്ന് വരുമ്പോൾ തീർച്ചയായും ഇവരുടെ ജാമ്യം അംഗീകരിക്കുന്ന നടപടിയൊക്കെ തന്നെ ഇനി ഒരുപാട് നീണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ ഇനി പ്രത്യേക കോടതി കേസ് പരിഗണിച്ചാൽ പോലും ഈ മനുഷ്യക്കടത്ത് എന്ന വിഷയത്തിൽ ഒരുപക്ഷെ വളരെ ശക്തമായ നിലപാടുമായി ഛത്തീസ്ഗഡ് സർക്കാർ മുന്നോട്ട്
പോവുകയാണെങ്കിൽ, ഇതിപ്പോൾ മനുഷ്യക്കടത്ത് എന്ന് പറയുന്നത് FIR-ൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വകുപ്പാണ്. അപ്പോൾ അത് അനുസരിച്ച് ഇപ്പോൾ ഇവർക്കെതിരെ നിയമ നടപടിയുമായി ഛത്തീസ്ഗഡ് സർക്കാർ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ തീർച്ചയായും ഇനിയുള്ള ദിവസങ്ങളിൽ അവിടുത്തെ രാഷ്ട്രീയ സമ്മർദ്ദം കൂടി കണക്കിലെടുത്ത് ഛത്തീസ്ഗഡ് സർക്കാർ ഈ കേസിൽ വളരെ ശക്തമായി മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ ഇവരുടെ ജാമ്യ നടപടികൾ നീണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ ഹൈക്കോടതിയെയും സുപ്രീം കോടതിയെയും സമീപിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകാനും അത്തരം സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ എത്താനും സാധ്യതയുണ്ട്. അതായത് ഇന്ന് BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ദില്ലിയിൽ പ്രധാനമന്ത്രിയെ കണ്ടു എന്ന് പറയുന്നു, കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ കണ്ടു എന്ന് പറയുന്നു. കേരളത്തിൽ നിന്ന് BJP നേതാക്കൾ ഛത്തീസ്ഗഡിലെത്തി അവിടെ മുഖ്യമന്ത്രിയുമായും ആഭ്യന്തര വകുപ്പ് മന്ത്രിയുമായും ഒക്കെ തന്നെ കണ്ടു എന്ന് പറയുന്നു. പക്ഷേ ഇതൊന്നും തന്നെ ഈ കേസിനെ ഏതെങ്കിലും വിധത്തിൽ കന്യാസ്ത്രീകൾക്ക് അനുകൂലമായി ഒരു സ്വാധീനമുണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്നതാണ് ഇപ്പോൾ സെഷൻസ് കോടതിയിൽ നിന്ന് വരുന്ന ഈ ഉത്തരവ് വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഏതായാലും മനുഷ്യക്കടത്ത് എന്ന വകുപ്പ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കേസ് കൂടുതൽ കടുക്കും. ഇനി പ്രത്യേക കോടതിക്ക് മാത്രമേ ഈ കേസ് പരിഗണിക്കാൻ കഴിയുകയുള്ളൂ. സ്വാഭാവികമായും ഈ വിഷയത്തിൽ വലിയ അന്വേഷണം വേണം എന്ന തരത്തിലേക്ക് കൂടി കാര്യങ്ങൾ പോകുമ്പോൾ കൂടുതൽ ഗൗരവമുള്ള ഒരു കേസായി ഇത് മാറുകയാണ്, അല്ലെങ്കിൽ മാറ്റപ്പെടുകയാണ്. അതാണ് നമുക്ക് ഈ ഉത്തരവ് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. ഛത്തീസ്ഗഡിലാണെങ്കിൽ പ്രത്യേകിച്ച് ദുർഗിലൊക്കെ തന്നെ തീവ്ര ഹിന്ദു സംഘടനകൾ വലിയ പ്രതിഷേധ പരിപാടിയൊക്കെ തന്നെ നടത്തുന്നുണ്ട്. അതിന്റെ സമ്മർദ്ദവും സ്വാഭാവികമായും ഇത്തരമൊരു തീരുമാനത്തിലേക്ക് ഛത്തീസ്ഗഡ് സർക്കാരിനെ എത്തിച്ചിട്ടുണ്ടാകും. അതേസമയം കേരളത്തിൽ നിന്നുള്ള BJP നേതാക്കളുടെ സമ്മർദ്ദമൊന്നും അവിടെ ഫലം കണ്ടില്ല എന്ന് നമുക്ക് ഈ ഉത്തരവ് വായിക്കുമ്പോൾ മനസ്സിലാകും.